എല്ലാവർക്കും സിനിമ കണ്ടിട്ട് പുതിയൊരു വീട്ടിൽ സ്വാഗതം. അപ്പോൾ നമ്മൾ രേഖാചിത്രം എന്ന് പറയുന്ന സിനിമ കണ്ടിരിക്കുന്ന സിനിമയുടെ എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. സമയങ്ങളിൽ വീഡിയോ ചാനലിലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക്. അപ്പോൾ നമുക്ക് നേരെ ടോം ഫ്രം സിനിമ മീഡിയ. അപ്പോൾ രേഖാചിത്രം നമ്മൾ രേഖാചിത്രം കാണാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ഗെയിം ചേഞ്ചർ പോയി ഒന്ന് കാണാമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ഗെയിം ചേഞ്ചർ കാണാൻ പറ്റിയില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സ്ഥിരം പോകുന്ന തിയേറ്ററിൽ റിലീസ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ സിനിമ കാണാൻ പറ്റിയില്ല. അപ്പോൾ പിന്നെ രേഖാചിത്രം പോയി കാണാമെന്ന് ചോദിച്ചാൽ റിവ്യൂവേഴ്സൊക്കെ നല്ല അഭിപ്രായം സിനിമക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ രേഖാചിത്രം സിനിമക്ക് തന്നെ പോകാമെന്ന് ചോദിച്ച് അങ്ങനെ ഇന്ന് പോയി കണ്ട്. അപ്പോൾ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്ന പറയുന്നത് മെയിനായിട്ടുള്ളത് ആസിഫ് അലിയാണ് സിനിമയിലെ നായകൻ, അനശ്വര രാജനാണ് സിനിമയിലെ നായികൻ. പിന്നെ നമ്മുടെ പ്രീസ്റ്റ് സിനിമയൊക്കെ എടുത്തിട്ടുള്ള ജോഫിൻ ടി ചാക്കോണ് ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. സ്ക്രിപ്റ്റും പുള്ളിനെയാണെന്ന് തോന്നുന്നു. പിന്നെ സിനിമ എങ്ങനെയുണ്ടെന്ന് ഒരൊറ്റ വാക്കി പറയണമെങ്കിൽ കൊള്ളാം, നൈസ് സിനിമ. പക്ഷെ വലിയതായിട്ടൊന്നും സിനിമയിൽ കണ്ടപ്പോൾ തോന്നിയില്ല. സിനിമയുടെ ഫസ്റ്റ് ഭയങ്കര ഇച്ചിരി ഷോ ആയിട്ട് എനിക്ക് തോന്നി. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റിവ്യൂസൊക്കെ കണ്ട പോലെയുള്ള അത്ര നല്ല സാധനംസ് ഒന്നും ഒരു നല്ല സാധനമൊന്നും ഒരു പുതുമയായിട്ടുള്ള സാധനമൊന്നും ഫസ്റ്റ് ഹാഫിൽ കണ്ടില്ലായിരുന്നു. ഒരു സാധാരണ രീതിയിൽ പോകുന്നൊരു ഫസ്റ്റ് ഹാഫ് ആയിരുന്നു സിനിമയുടെ. പക്ഷെ സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോൾ അത് ഡിഫറൻ്റ്ലി മാറ്റിയിട്ടുണ്ട്. ഒരു കിഡിലം സെക്കൻഡ് ഹാഫ് എൻ്റെ പോലെ ഒരു രക്ഷയില്ല. അവർ കിഡിനായിട്ട് തന്നെ സെക്കൻഡ് ഹാഫ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ അഭിനയിച്ചിരിക്കുന്ന ആസിഫ് അലി, പുള്ളിക്കാരൻ വേറെ ലെവലാണ്. പിന്നെ എനിക്കിപ്പോൾ കിഷ്കിണ്ടാകാണ്ടം സിനിമയാണ് പുള്ളിയുടെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സിനിമ. ആ സിനിമ ഭയങ്കര എനിക്കിഷ്ടമാണ്. ആ സിനിമയ്ക്ക് ശേഷം എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ് ആസിഫ് അലിയുടെ ഈ രേഖാചിത്രം എന്ന് പറയുന്ന സിനിമ. പിന്നെ അനശ്വര രാജനായാലും ശരി, പുള്ളിക്കാരത്തി മാക്സിമം കിഡിലോട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട്. പുള്ളിക്കാരത്തിയുടെ തന്നെ വേറെ കുറേ സിനിമയെ കണ്ട്. പക്ഷേ അതിൽ ഒരു 100 രൂപ കൊടുത്തിട്ട് ആ 100 രൂപക്കുള്ള അഭിനയിക്കാൻ പറഞ്ഞാൽ കഴിഞ്ഞാൽ പുള്ളിക്കാരത്തിയാണെങ്കിൽ 1000 രൂപക്കുള്ള അഭിനയിക്കും. അതായത് ഭയങ്കര ഓവറായിട്ട് അഭിനയിക്കുന്ന ഒരു നടി തന്നെയായിരുന്നു അനശ്വര രാജൻ. പക്ഷെ ഇതിൽ അങ്ങനെയല്ല. ഇതിൽ കൃത്യമായിട്ട് എങ്ങനെയാണ് അഭിനയിക്കാൻ പറഞ്ഞാൽ അതേപോലെ തന്നെ പുള്ളിക്കാരത്തെ അഭിനയിച്ചിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ കിട്ടില്ലാൻ അഭിനയമായിരുന്നു. പിന്നെ ഈ സിനിമയുടെ കണക്ഷൻ ഉണ്ടല്ലോ, അതായത് കാതോരം എന്ന് പറയുന്ന സിനിമയായിട്ടുള്ള കണക്ഷൻ, ആ ഒരു കണക്ഷൻ എന്ന് പറഞ്ഞിട്ട് അത് കിട്ടിലോട്ട് തന്നെ സിനിമയുടെ ഡയറക്ടർ എടുത്തിട്ടുണ്ട്. കിട്ടില്ല കണക്ഷൻ ആയിരുന്നു സിനിമയുടെ. ഇത് കൊള്ളാം, നല്ല സിനിമ. പക്ഷെ ഫസ്റ്റ് ഹാഫ് എനിക്ക് പ്രത്യേകിച്ച് വലിയിട്ട് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ സെക്കൻഡ് ഹാഫ് നമുക്കൊരു പകുതിയൊക്കെ കഴിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവൂടെ ഇതെങ്ങടാ പോകുന്നത്, ആരാണെന്നൊക്കെ നമുക്ക് പകുതിയൊക്കെ മനസ്സിലാവും. പിന്നെ ആ ഒരു പോയിന്റിൽ എത്താൻ വേണ്ടി നിന്നേച്ചാണ്. കൊള്ളാം, നല്ലൊരു സിനിമ. പിന്നെ ഈ സിനിമയിൽ ഫസ്റ്റ് ഹാഫ് തിയേറ്ററിൽ ഇരുത്തിയെന്ന് പറഞ്ഞിട്ട് സിനിമയുടെ മ്യൂസിക് ചെയ്ത് ആരാന്ന് എനിക്കറിഞ്ഞൂടാ. പക്ഷെ കിടിലം കിഷ്കിണ്ട കാണാം സിനിമയുടെ മ്യൂസിക് ഒരുക്കിയിട്ടുള്ള പുള്ളിക്കാരൻ്റെ പേരാണ് എനിക്കറിഞ്ഞൂടാത്ത. കിടിലം മ്യൂസിക് ആയിരുന്നു. കിടിലൊന്നും രക്ഷയില്ല. ആ മ്യൂസിക് ഒരു പ്ലേസ് ചെയ്യേണ്ട സ്ഥലത്തൊക്കെയാണ് ഈ പുള്ളിക്കാരൻ മ്യൂസിക്കൊക്കെ പ്ലേസ് ചെയ്തിട്ടില്ല. കിടിലം, എക്സ്പെഷ്യലി കിടിലം മ്യൂസിക്. അതിനൊരു ബിഗ് കയ്യടി തന്നെ കൊടുക്കണം. പിന്നെയെന്ന് പറഞ്ഞിട്ട് ഡയറക്ഷൻ ആയാലും നല്ലൊരു ഡയറക്ഷൻ തന്നെയായിരുന്നു. പ്രീസ്റ്റ് സിനിമ എനിക്ക് പേഴ്സണലി വർക്കാകാത്തൊരു സിനിമയായിരുന്നു പ്രീസ്റ്റ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു സിനിമയിൽ വലിയ പ്രതീക്ഷയൊന്നും ഇല്ല എന്നത്. പക്ഷെ നല്ലൊരു സിനിമ, 1 ടൈം വാച്ചബിൾ മൂവി, ഒരു പ്രാവശ്യമെങ്കിലും കണ്ടിരിക്കേണ്ട ഒരു സിനിമയായിട്ടാണ്. കൊള്ളാം. പിന്നെ നമ്മളെ AI വർക്കൊക്കെ ഉണ്ടോ, ഈ സിനിമയിൽ AI വർക്ക് മമ്മൂക്കയൊക്കെ കാണിക്കുന്ന സീനുണ്ട്. ഈ സിനിമയുടെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് 10 കോടിക്ക് താഴെയാണ് സിനിമയുടെ ബഡ്ജറ്റ്. എന്നിട്ട് ഒരു AI വർക്കൊക്കെ കിഡിലോട്ട് തന്നെ ഒരു കാണിച്ചിട്ടുണ്ട്. മറ്റേ ഗോട്ട് സിനിമയിൽ നല്ല രീതിക്ക് കാശ് മുടക്കിയിട്ടാണ് ആ AI വർക്ക് കാണിച്ചേക്കണവർ. അതൊക്കെ എന്തിനു കൊള്ളാം. ഇതൊക്കെയാണ് വർക്ക് എന്ന് പറഞ്ഞ വർക്ക്. കിടിലം, ഒരു രക്ഷയില്ലാത്ത വർക്കായിരുന്നു ഈ ഒരു സിനിമയുടെ. ഇത്രയും കുറഞ്ഞ ബഡ്ജറ്റിൽ ഇത്രയും നന്നായിട്ടുണ്ട്. അപ്പം ഇത്രയും ഇതിലൊരു കൂടുതൽ ബഡ്ജറ്റ് കിട്ടിയാൽ അപ്പോൾ എങ്ങനെയായിരിക്കും അല്ലെങ്കിൽ തന്നെ അറിയാം. നല്ല സിനിമ, കാണാത്തവരുണ്ടെങ്കിൽ പോയി കണ്ടു നോക്കാം. ഒരു പ്രാവശ്യം തിയേറ്ററിൽ പോയി കാണേണ്ട സിനിമയായിരുന്നു ഇത്. ഓക്കെ, ഞാൻ ജസ്റ്റ് കണ്ടിരിക്കാം നമുക്ക് ഈ പടം. ഫസ്റ്റ് ഹാഫ് ഞാൻ പറഞ്ഞില്ലേ, എഴുന്നേറ്റ് പോകാനൊക്കെ ഫസ്റ്റ് ഹാഫ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയായിരുന്നു. പക്ഷെ എന്നാലും സെക്കൻഡ് ഹാഫ് എന്ന് പറയാൻ എന്താണെന്ന് അറിയണമല്ലോ. സെക്കൻഡ് ഹാഫ് കിഡിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു. കണ്ടിരിക്കാം. നിങ്ങൾ ഈ പടം കാണാത്തവരുണ്ടെങ്കിൽ കണ്ടിരിക്കുക ഈ പടം. ഗെയിം ചേഞ്ചർ കാണണമെന്നുണ്ട്, പക്ഷെ നമ്മുടെ തിയേറ്ററിൽ റിലീസില്ല. അതുകൊണ്ട് തന്നെ ഗെയിം ചേഞ്ചർ കാണാത്തത്. അപ്പം ഗെയിം ചേഞ്ചർ ഇവിടെ വന്നേ പോയി കാണാം, അതിൻ്റെ റിവ്യൂ ഇടുന്നതായിരിക്കും. പിന്നെ റിവ്യൂസൊക്കെ ഭയങ്കര വരുന്നെങ്കിൽ
എന്നാലും ഒരു പ്രാവശ്യം കാണണമെന്ന് തിയേറ്ററിൽ കാണണമെന്നൊരു ആഗ്രഹമുണ്ട് ഇനി ചിന്തർ. അതുകൊണ്ടാണ് വരട്ടെ, വന്നെങ്കിൽ പോയി കാണാം. അപ്പോൾ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. പിന്നെ നമ്മുടെ ചാനലിൽ ഒരാഴ്ചയായിട്ട് വീഡിയോ വരാൻ ചാൻസ് കുറവായിക്കോളൂ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫോണിൽ ചെറിയൊരു കംപ്ലയിൻറ്റ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ ക്ലാരിറ്റിയിലൊരു ഇത് കാണുമ്പോൾ ക്ലാരിറ്റിയിലൊരു ഇതുണ്ടാവും, മാറ്റം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അതൊരു ചെറിയൊരു കംപ്ലയിൻറ്റ്. അപ്പോൾ ശരിയാക്കാൻ കൊടുക്കണം. അതൊക്കെയാണ്. പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ടേക്കും ചിലപ്പോൾ വീഡിയോ വരുന്നത്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ ചാനലിൽ സപ്പോർട്ട് ചെയ്യുക. എന്നാൽ മാത്രമേ നമുക്ക് ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ചോദിക്കുന്നത്, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക്. പിന്നെ നിങ്ങൾ എല്ലാ ഫ്രണ്ട്സിനും വീഡിയോ അയച്ചു കൊടുക്കാം. നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും വേണം, എനിക്ക് മാത്രമേ ചാനൽ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ.